ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ മനുഷ്യരൊക്കെ ചില വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ ഈ കുറേ മാതാപിതാക്കന്മാർ ഈ കാലത്ത് ഒത്തിരിയേറെ ഏകാന്തത അനുഭവിക്കുന്നവരാണ്. നമുക്ക് അവരോടൊപ്പമായിരിക്കാനായിട്ട് ഈ നോമ്പുകാലത്തിൽ സാധിക്കണ്ടേ? ഈശോ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് വേദന അനുഭവിച്ചപ്പോൾ ഈശോ 3 പേരെ ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് ഈശോ കൊണ്ടുപോയി. ഈശോയുടെ ക്ലോസ് സർക്കിളിലുള്ള ഈശോയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് ഈശോ കൊണ്ടുപോയത്. പക്ഷേ ഈശോ വേദന അനുഭവിക്കുന്ന ആ നേരങ്ങളിൽ ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈശോ ഏറെ ദുഃഖത്തോടു കൂടി വന്ന് ഇവരോട് ചോദിക്കുന്നുണ്ട്, എന്നോട് കൂടെ 1 മണിക്കൂർ നിങ്ങൾക്ക് ഉണർന്നിരിക്കാൻ സാധിക്കുന്നില്ലേ എന്ന്. നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം. ഇവരൊക്കെ വേദന അനുഭവിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അപ്പം ആ നിമിഷങ്ങളിൽ അവരുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു അഷുറൻസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണ്ടേ? അതിനല്ലേ നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്? അതിന് വേണ്ടുന്നതായിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് കൃപ വേണം. ആ കൃപ ലഭിക്കുന്നത് ഈശോയോടൊപ്പം ആയിരിക്കുമ്പോഴാണ്. ഈശോയോടൊപ്പം ആയിരുന്നു കഴിയുമ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് സങ്കടപ്പെടുന്നവരുടെ, വേദനിക്കുന്നവരുടെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ ഒരു അഷുറൻസ് ഈശോ തരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ നോമ്പ് കാലത്തിൽ വേദനിക്കുന്നവരുടെ പക്ഷം ചേരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ.